അല്ല, തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ. ഇല്ലെങ്കിൽ ഈ ഞാൻ മുകളിൽ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ RSSന് ഫേവർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ശ്രീ പി മോഹനൻ നടത്തുന്നത്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ ആർക്കാണ് ഇതിൻ്റെ ആത്യന്തികമായ ഗുണം കിട്ടിയത്? ആത്യന്തികമായ ഗുണം ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്ക് വർഗീയത പറയാനുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മെക്സവൺ ആരോപണത്തിൽ മെക്സവണിൽ നിന്ന് ഇപ്പോൾ CPM പിറകോട്ട് പോയി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ആരോപണം തുടക്കം കുറിച്ച് ആർക്കാണ് ഇതിൻ്റെ വലിയ പ്രചരണം നടത്താൻ അവസരം കൊടുത്തത്? അത് RSSനും BJPക്കും അല്ലേ? BJP RSSും കഴിഞ്ഞ ദിവസം മുതൽ കേരളം മുഴുവൻ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ്, വലിയ രീതിയിലുള്ള വ്യായാമ കൂട്ടായ്മയാണ്, അവർ ആയുധ പരിശീലനം നടത്തുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് പി മോഹനൻ്റെ ഓരോ വാക്കും RSSൻ്റെ വാക്കായിട്ടാണ് കാണപ്പെടുന്നത്. RSSൻ്റെ സ്പീക്കറായിട്ടാണ് പി മോഹനൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി ഇത്രമേൽ വർഗീയപരമായി അധപ്പതിച്ചതിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പി മോഹനനും കുടുംബവും RSSൻ്റെ സ്പൈയിങ് ഏജന്റുമാരാണോ എന്നത് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട്. അത് CPM വ്യക്തമാക്കേണ്ടിരുന്നു. ആദ്യം ഇത് പറഞ്ഞത് കാന്തൂർ വിഭാഗത്തിലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതിന് പറ്റുന്നില്ല. അപ്പോൾ അവർക്കും തെറ്റ് പറ്റിയതാണോ? അല്ല, ഇത് സാമുദായികപരമായി അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മറ്റൊന്നാണ്. അവർ വർഗീയപരമായ ഒരു വിഷയമല്ല അവരുന്നയിക്കുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തവും സംബന്ധിച്ച്, അത് പൊതുവിടങ്ങളിൽ സംബന്ധിച്ച്, അതിന് സമുദായത്തിനും അവരുടെ മതപരമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ പറയുന്നത് അത് വേറെ ഒരു വിഷയമാണ്. ഈ വിഷയം അതല്ല എന്ന്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. എന്താണ്? ഇതൊരു ആയുധ പരിശീലനം നടക്കുകയാണ്. ഇത് പോപ്പുലർ ഫ്രണ്ട് ഒരു വലിയ വർഗീയമായ ആയുധ പരിശീലനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതും ഇതും വേറെയാണ്. ആ വർഗീയതയ്ക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അത് ഇപ്പോൾ CPM പിറകിട്ട് പോയല്ലോ. ഇന്നലെ ശ്രീ പി മോഹനൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് RSSന് വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് അവർക്കിങ്ങനെ ഒരു പ്രചരണം നടത്താനുള്ള അവസരം പി മോഹനൻ ഉണ്ടാക്കി കൊടുത്തത്? അങ്ങനെയാണെന്നെങ്കിൽ ശ്രീ പി മോഹനൻ പറയണ്ടേ, ഞാൻ മാപ്പപേക്ഷിക്കുന്നു, കാരണം ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഞാൻ അതല്ല പറഞ്ഞത്, മെക്സവൺ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറയണ്ടേ. പക്ഷെ അദ്ദേഹം അത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ RSSൻ്റെ നാവായിട്ടാണ്, RSSന് മുന്നേ വർഗീയത പറയുന്ന ആളായിട്ടാണ് ശ്രീ പി മോഹനൻ കരുതപ്പെടുന്നത്. നാഗ്പൂരിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്രമേൽ വർഗീയത എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്? അല്ല, അത് നമുക്കറിയില്ല. അത് CPMൻ്റെ സംസ്ഥാന നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ. മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ കത്തുകൾ കൊടുത്തു, ഇത് വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിൻ്റെ അപ്പോൾ തന്നെയാണ് ശ്രീ പി മോഹനൻ പറയുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പദ്ധതിയാണെന്ന്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവായിട്ടാണോ പി മോഹനൻ കാണുന്നത്? അപ്പോൾ പി മോഹനൻ്റെ കുറേ കാലമായിട്ടുള്ള പ്രവൃത്തി, അത് കാഫിർ സ്ക്രീൻഷോട്ട് ആയാലും TP ചന്ദ്രശേഖരൻ വധക്കേസിനെ തുടർന്നുള്ള മാഷാ അള്ളാ സ്റ്റിക്കറാണെങ്കിലും ഇപ്പോൾ മെക്സവൺ ആണെങ്കിലും പി മോഹനൻ്റെ നിലപാടുകൾ എപ്പോഴും സംഘപരിവാർ നിലപാടുകളാണ്. ആ സംഘപരിവാർ നിലപാടുകൾ തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പി മോഹനൻ്റെ നിലപാട് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടാണോ എന്നത് അവരാണ് വ്യക്തമാക്കേണ്ടത്, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ. കാരണം ഇവിടെ സംഘടനാപരമായ പ്രശ്നങ്ങളുടെ ഭാഗം കൂടിയാണ്. കാരണം പല വിഷയങ്ങളിലും റിയാസും പവനുമാഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിലടക്കം രണ്ട് ഭിന്ന അഭിപ്രായം ഉണ്ടാകും. സ്വാഭാവികമായും സംഘടനാ സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംഘടനാ പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാണ്. അല്ല, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. കാരണം ശ്രീ മുഹമ്മദ് റിയാസിനെ ഒരു മുസ്ലിം നാമധാരിയും മുസ്ലിം ഒരു എക്സ്ട്രീമിസത്തിൻ്റെ ഭാഗമാക്കി നിർത്താൻ ശ്രീ പി മോഹനൻ ശ്രമിക്കുന്നുവെന്ന് CPMൻ്റെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കന്മാരുടെ അടക്കം പറച്ചിലുണ്ട്. ഞാനത് ഔദ്യോഗികമായി ഓൺ ചെയ്യുന്നില്ല, അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ്. എന്ത് വന്നാൽ തന്നെയും ഒരു പാർട്ടി ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ വർഗീയതയാണോ വേദിയാക്കേണ്ടത്? ആ വർഗീയ പരാമർശം കൊണ്ട് അവരുടെ ഉൾപാർട്ടി വിഷയത്തിൽ പാർട്ടി പിടിക്കാനും ഘടകം പിടിക്കാനും സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടിയിട്ട് അടി കൂടുന്നുണ്ടെങ്കിൽ അത് അവിടെ കൂടിയാൽ പോരെ. എന്തിനാണ് നാട്ടിൽ ഈ ചേരിതിരിവ് ഉണ്ടാക്കുന്നത്? അവർക്ക് റിയാസ് വേണോ അല്ലെങ്കിൽ പി മോഹനൻ വേണോ അല്ലെങ്കിൽ മറ്റൊരാൾ വേണമോ എന്നുള്ള ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചാൽ പോരെ. നാട്ടിലെന്തിനാണ് ഒരു വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കി ഇവിടെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? ഇത് കാരണം നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇന്നലെ മുതലുള്ള ഒരു ദേശീയ സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം ശ്രദ്ധിക്കണം. അവർ ഇത് കേരളത്തിനെതിരെയുള്ള വലിയ ക്യാമ്പയിനായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഏതോ മെക്സവൺ എന്ന് പറഞ്ഞ് വലിയൊരു ആയുധ പരിശീലനം നടത്തി ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുടെ വലിയ രീതിയിലുള്ള ഒരു സംഘം ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നുവെന്നും അത് ഇവിടെ നാളെ വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രചരണം നടത്താൻ വേദി ഒരുക്കി കൊടുക്കുന്നത് ശ്രീ പി മോഹനല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗീയതയുടെ പേരിൽ മുഹമ്മദ് റിയാസിനെ വീഴ്പ്പെടുത്തുന്നതാണെങ്കിലും സംഘപരിവാറിൻ്റെ നാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതാണെങ്കിലും നാട്ടിൽ കലാപാന്തരീക്ഷവും വർഗീയമായ ചേരിതിരിവാണ് ഉണ്ടാക്കുന്നത്. അത് അനുവദിക്കപ്പെടുന്നതല്ല.